ഹെൽമറ്റ് പരിശോധന ഒരാഴ്ച കൊണ്ട് സംസ്ഥാനത്ത് പിടിച്ച് പിഴ ഈടാക്കിയത് 2,55,97,600 രൂപ. പൊന്നാര മക്കളെ, ഹെൽമറ്റ് വെക്കാത്തവരെ പിടിച്ചിട്ട് അവരെ കൈമന്ന് പിഴ ഈടാക്കിയ പൈസയാണത്. 2,55,97,600 രൂപ. എല്ലാവരും നോക്കി പാത്തും നടന്നോളി. എല്ലായിടത്തും ചെക്കിംഗ് ആണ്. ഹെൽമറ്റ് വെക്കാത്തതിന്റെ പേരിൽ മാത്രം പിടിക്കപ്പെട്ട പിഴയാണത്. മനസ്സിലായില്ലേ? ഇനി പുതിയ നിയമങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. ഇത്തരം ചെക്കിങ്ങിന്റെ കൂടെ രണ്ടാമത് സൂപ്പർ ചെക്കിംഗ് എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട്. രണ്ടാമത് ലൈസൻസ് ടെസ്റ്റ് ചെയ്യുന്ന പരിപാടി. അതുകൂടിയൊക്കെ ചോദിക്കാൻ പോകുന്ന നിയമങ്ങളാണ് വരാൻ പോകുന്നത്. എല്ലാവരും എതിർത്തുകൊണ്ട് സംസാരിക്കുകയാണ്. ഇത്തരം പോസ്റ്റിന്റെ അടിയിലും ഈ വീഡിയോന്റെ അടിയിലും കമന്റുകൾ വരും. കാരണം എന്താ അറിയോ? ആർക്കും പിടിക്കണില്ല. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചോളി. എല്ലാ മുക്കും മൂലയിലും നല്ല ചെക്കിങ് നടക്കുന്നുണ്ട്. ഹെൽമറ്റ് വെക്കാത്തതിന്റെ പേരിൽ മാത്രം ഒരാഴ്ച കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് പിടിക്കപ്പെട്ട തുകയാണ് 2,55,97,600 രൂപ. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചോളി. ഹെൽമെറ്റൊക്കെ വെക്കുക, സേഫ് ആയിട്ട് പോവുക. നിയമങ്ങൾ ഓരോ ദിവസം കൂടും മാറി മാറി വരികയാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും സേഫായി യാത്ര ചെയ്യുക, ഹെൽമെറ്റ് വെക്കുക. നമ്മളും ഈ ഒരു പിഴ കൊടുത്തവരുടെ കൂട്ടത്തിൽ നമ്മൾ വരാൻ പാടില്ല. അപ്പൊ നിയമങ്ങൾ മാറി വരുന്ന കാലഘട്ടമാണ്. അപ്പൊ എല്ലാവരും സേഫായി യാത്രകൾ ചെയ്യുക. ഏതായാലും വല്ലാത്തൊരു പൈസ, ഇതൊക്കെ എവിടേക്ക് പോണില്ലേ? ചെറിയ തുക അല്ല. ഹെൽമെറ്റ് വെക്കാത്തതിന്റെ പേരിൽ ഒരാഴ്ച കൊണ്ട് പിഴ ഈടാക്കിയത്, പിടിച്ചെടുത്തത് 2,55,97,600 രൂപ. അപ്പൊ എല്ലാവരും ഹെൽമെറ്റൊക്കെ വെച്ച് സേഫായി യാത്ര ചെയ്യുക. ഏതായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അത് വരേക്കും ബൈ.